ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ 49-ാം ഡിവിഷൻ മാറാടിലാണ്. ഈ വാർഡിലാണ് ഒരു വീട്ടു നമ്പറിൽ ഉദ്ദേശം 300-ലധികം വോട്ടുകൾ ചേർത്തതായി മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പരാതിപ്പെടുന്നത്. ഈ ഒരു ബാങ്കിന്റെ നമ്പറാണ് 49/49 എന്നുള്ളത്. ഈ നമ്പറിലാണ് ഉദ്ദേശം 300-ലധികം വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് എന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പരാതി. നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്നുള്ളത് നമുക്കും ബോധ്യപ്പെടുന്നതാണ്. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാറാട് ബ്രാഞ്ചിന്റെ കെട്ടിടമാണ്. ഈ സഹകരണ ബാങ്ക് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്ഥിരമായി ഇവിടെ കള്ളവോട്ടുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാറ്. ഇപ്രാവശ്യം ഞങ്ങളെ വോട്ടർ പരിശോധനയിൽ ഞങ്ങൾക്ക് വ്യക്തമായതാണ്, ഒരേ നമ്പറിൽ തന്നെ ഇത്ര അധികം വോട്ടുകൾ ചേർത്തത്. ഈ 90% ആൾക്കാരും ഈ ബേപ്പൂർ മേഖലയിലല്ലാതെ പുറത്തുള്ള ആളുകളാണ്. കോർപ്പറേഷൻ ഈ ഇതിലേക്ക് ഈ ഭാഗം കൂട്ടിച്ചേർക്കുന്നത് മുതൽ ഞങ്ങൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ബൂത്തിലുള്ള വോട്ടുകളോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ പറ്റാത്ത കോലത്തിലാണ് മൊത്തം ചേർക്കപ്പെട്ടിട്ടുള്ളത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ബാങ്കാണ് ബേപ്പൂർ സർവീസ്. CPM-ന് ഇതില് പങ്കുണ്ടെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കെട്ടിടത്തിനും നമ്പറുണ്ട്, പിന്നെ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് മാൽപ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഇലക്ഷന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മുമ്പിലൊക്കെ ചേർത്തിട്ടുന്ന വോട്ടുകളാണിത്. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു കാലാകാലങ്ങളിലായിട്ട് ചില ആൾക്കാർ ഇതിന്റെ പിന്നിൽ കള്ളവോട്ടിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിജയിപ്പിക്കാൻ വേണ്ടി, അവരെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കള്ളവോട്ടുകളാണിത്.